ഈ ഭൂമിക്ക് വരുന്ന 5 അവസ്ഥാന്തരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഭൂമിയെ പന്തം പോലെ കത്തിച്ച് ഈ ഭൂമിയെ മുഴുവനായി ഇല്ലായ്മ ചെയ്തിട്ട് വേറൊരു ഭൂമിയെ ഇതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരും. ഇല്ലായ്മ ചെയ്യുന്ന പറഞ്ഞാൽ ഭൂമിയെ മാറ്റുകയല്ല, ആ ഭൂമിക്ക് വലിയ മാറ്റം സംഭവിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-11 വാക്യം വായിക്കുമ്പോൾ കാണാം, ഭൂമിയും ആകാശവും ഓടിപ്പോയി എന്ന് പറയുമ്പോൾ ഭൂമി അതിന്റെ തനതായ ഭാവങ്ങളും അതിന്റെ തനതായ സ്വഭാവങ്ങളും എല്ലാം മാറി ആകാശത്തിനും ഭൂമിക്കും സമഗ്രമായ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് സാരം. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി എന്ന് വെളിപ്പാട് പുസ്തകം 21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21:1. പക്ഷേ നമ്മൾ വായിച്ച ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ന്യായവിധി നാളിൽ ഈ ഭൂമിയിലുള്ള മരപ്പണികൾ, തുലാങ്ങൾ, വസ്തുക്കൾ എല്ലാം അന്ത്യ ന്യായവിധി നാളിൽ ആവശ്യം വന്നാൽ സാക്ഷ്യത്തിനായിട്ട് വരും. നമ്മൾക്കെതിരെ സാക്ഷ്യം പറയാൻ. നമ്മൾ മീൻസ് സഹസ്രാബ്ദ വാഴ്ചയിലെ ദുഷ്ടന്മാരായിട്ടുള്ളവർക്കെതിരെ സാക്ഷ്യപ്പെടുത്താനായിട്ട് വരും. അതിന്റെ അർത്ഥം ഭൂമി ഇല്ലാതാകുന്നു എന്നല്ല. അതുകൊണ്ട് തന്നെ ഭൂമി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11 വാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹബക്കൂക്ക് 2:11 ഇങ്ങനെയാണ്. ഹബക്കൂക്ക് 2:11 ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. അന്ത്യ ന്യായവിധി നാളിൽ സാക്ഷികളായിട്ട് വരുന്നത് മനുഷ്യരല്ല, നമ്മുടെ തെറ്റിന് പങ്കാളികളായി തീർന്നവരല്ല, മറിച്ച് തുലാങ്ങളും വൃക്ഷലതാദികളും കെട്ടിടങ്ങളും വസ്തുക്കളും കല്ലുകളും എല്ലാം സാക്ഷികളായി എഴുന്നേൽക്കുമെന്നത്രേ. അതുകൊണ്ട് ഇവിടെ വേദശാസ്ത്ര പഠിതാക്കൾ പറയുന്നത് ഭൂമി ഇല്ലാതാകുമെന്നൊരു വ്യാഖ്യാനം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ഭൂമിയുണ്ട്, ആ ഭൂമിക്ക് എന്തുണ്ടാകും? ഒരു മാറ്റമുണ്ടാകും എന്ന് സാരം. വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ ഇവയ്ക്ക് നിൽക്കുവാൻ കഴിവില്ല എന്നതാണ് നമ്മൾ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. അഥവാ ഭൂമി, ആകാശം എന്നിവ ഓടിപ്പോയി, മാറിപ്പോയി, നീങ്ങിപ്പോയി എന്നുള്ള അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവ ഇല്ലാതായി എന്നല്ല, മറിച്ച് അവ ഇരിക്കുന്നവന്റെ മുൻപിൽ അവയ്ക്ക് നിൽക്കാൻ കഴിയാതെ വണ്ണം പാപത്താൽ മലീമസമായിരുന്നു എന്ന് മാത്രം സാരം. നാം വെളിപ്പാട് പുസ്തകം 22:1 ഒഴിഞ്ഞുപോയി എന്നുള്ള പ്രയോഗമാണ് കാണുന്നത്. ഒഴിഞ്ഞുപോയി, അഴിച്ചു മാറ്റുക എന്നർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇല്ലാതാകുക എന്ന വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അഴിച്ചു മാറ്റുക എന്ന അർത്ഥം വരുന്ന വാക്കാണ് ആ ഒഴിഞ്ഞുപോയി എന്ന മലയാളം ട്രാൻസ്ലേഷന്റെ സ്ഥാനത്ത് ഗ്രീക്കിൽ കൊടുത്തിട്ടുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഇന്നത്തെ ശാസ്ത്ര വെളിച്ചത്തിലും ഈ വസ്തുത വളരെ സത്യമാണ്. വസ്തുക്കളൊന്നും, പദാർത്ഥങ്ങളൊന്നും നശിക്കുന്നില്ല, രൂപാന്തരം പ്രാപിക്കുന്നതേയുള്ളൂ. അണുക്കളുടെ ഘടനാമാറ്റത്താൽ വസ്തു മാറുന്നു. അങ്ങനെ
ഇന്നത്തെ ഭൂമിയിലെ വസ്തുക്കളുടെ ഘടനയ്ക്ക് മാറ്റം വരും. നിലനിൽക്കുന്നതും തേയ്മാനമില്ലാത്തതും നിലനിൽക്കുന്നതുമായ ഒരു പുതിയ ഭൂമി നമ്മൾക്കായി കാത്തിരിപ്പുണ്ട് എന്ന് സാരം. അതാണ് പുതിയ ഭൂമി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:17 വായിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയെന്ന്, എല്ലാം പുതുതായിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് ശാപം മാറുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പാപം നീങ്ങുന്നു. കൃപയും സമാധാനവും ഈ ഭൂമിമേൽ നിറയുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം എത്ര മാറ്റമാണോ അതുപോലെയാണ് പുതിയ ഭൂമിക്കും വരുന്ന മാറ്റം. അതിൽ ശാപമില്ല, അതിൽ നാശമില്ല, ഒരൊറ്റ പാപിയില്ല. ഒരു സന്തോഷ വാർത്ത പറയട്ടെ, അതിലുള്ളവരെല്ലാം മഹത്വ ശരീരികളാണ്. സ്വർഗീയ ശരീരം ധരിച്ചവരെ പുതിയ ഭൂമിയിലുള്ളൂ. ജഡത്തിനധീനമായ ശരീരമല്ല, ആത്മനിയന്ത്രണത്തിനുള്ള ഒരു ശരീരം നമുക്കവിടെ ലഭിക്കുന്നു. അതിന് പറയുന്ന പേരാണ് പുനരുത്ഥാന ശരീരം, അല്ലെങ്കിൽ മഹത്വ ശരീരം എന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദ്രവത്വമുള്ളതങ്ങ് മാറി അദ്രവത്വമുള്ളതിനെ പ്രാപിക്കുന്നു. മൺമയമായത് മാറി വിൺമയമായതിനെ പ്രാപിക്കുന്നു. മർത്യമായത് മാറി അമർത്യമായത് പ്രാപിക്കുന്നു. ഈ ശരീരം പൊളിഞ്ഞു പോയിട്ട് മഹത്വമാർന്നൊരു ശരീരം എല്ലാവർക്കും ലഭിക്കുന്നു. മൺമയമായത് നിൽക്കുന്ന നിൽപ്പിൽ വിൺമയമായി തീരും. അങ്ങനെ ഈ ഭൂമിക്കുണ്ടാകുന്ന സമഗ്രമായ മാറ്റം സകല ജനതതികളുടെ മേലും ജീവജാലങ്ങളുടെ മേലും സകല മാനവരാശിയുടെ മേലും എത്രയുണ്ടോ ബാക്കി അത്രയും. ഭൂമിക്കുണ്ടാകുന്ന അഥവാ ഒരു മനുഷ്യൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ യേശു കർത്താവിന്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് ഈ ഭൂമി പൂർണ്ണമായി മാറ്റപ്പെടുമ്പോൾ അതിനകത്ത് നമുക്കുള്ള ശരീരമെല്ലാം വിൺമയ ശരീരങ്ങളാണ്, സ്വർഗീയ ശരീരങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എത്രയോ എത്രയോ പ്രത്യാശ നിർഭരമാണ് ആ ജീവിതം. സകല വിശുദ്ധന്മാരുമായി സ്ഥലദൂര പ്രതിബന്ധമില്ലാത്ത മഹത്വമാർന്ന ശരീരത്തോടെ, ഊനമില്ലാത്ത, വൈകല്യങ്ങളില്ലാത്ത, ബലഹീനതകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, കായക്ലേശങ്ങളില്ലാത്ത മഹത്വമാർന്നൊരു ശരീരം നമ്മുടെ കർത്താവ് ആ കാലത്ത് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രോഗമുണ്ട്, അന്ന് രോഗമില്ല. ഞാൻ വേഗം പറഞ്ഞു മുൻപോട്ട് വരട്ടെ. കുറെ കാര്യങ്ങൾ നിങ്ങൾ കൈമാറാനായിട്ടുണ്ട്. മനുഷ്യന്റെ പാപനിമിത്തമാണല്ലോ ഈ ഭൂമി ശപിക്കപ്പെട്ടത്. സാത്താന്റെ പ്രവർത്തന ഫലമാണല്ലോ ഈ താഴ്ചയ്ക്ക് സകല മനുഷ്യരും വിധേയരായി തീർന്നത്. ഈ തേയ്മാനം, ഈ ദ്രവത്വമൊക്കെ അവന്റെ കയ്യൊപ്പാണ്. അവൻ നിമിത്തം വന്നുപോയതാണിത്. കാലം തികയുമ്പോൾ മരിച്ചു വീഴുന്നത് അങ്ങനെയാണ്. അതെല്ലാം ഒരു ദൈവ നിയോഗം എന്ന വണ്ണം സംഭവിച്ച് പോയതാണ്. പ്രിയരെ, കർത്താവ് പോലും, കർത്താവും ശിഷ്യന്മാരും അവരൊക്കെ രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. തന്റെ ജീവനെ മറുവിലയായി കൊടുത്തിട്ടാണ് അവരൊക്കെ പോയത്.
കർത്താവിന്റെ പരമമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൈവപൈതലെ, കർത്താവിന് വേണ്ടി വിലപ്പെട്ടതൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. കർത്താവും മനുഷ്യനായി കാൽവറിയിൽ ഇറങ്ങി വന്ന് മാനവരാശിയോടുകൂടെ പാർത്ത് മനുഷ്യന്റെ ദുഃഖങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞ് സകല മനുഷ്യരെയും രക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ആവലോടെ കർത്താവ് തന്റെ പ്രേക്ഷിത വേല 30-ാമത്തെ വയസ്സിൽ ആരംഭിച്ചു. 3.5 വർഷം കൊണ്ട് ദേശത്തെങ്ങും വലിയൊരു പ്രഭാവമുണ്ടായി. കാരണം ദേശം മുഴുവനും ദൈവകൃപയ്ക്ക് അധീനമായി തീരുന്നു എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും അങ്ങനെ തന്നെ ദൈവത്തിന്റെ വലയത്തിനകത്തേക്ക് നമ്മൾ വന്നുപെട്ടാൽ നമ്മൾക്കുമുണ്ടൊരു മാറ്റം. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഞാൻ ക്രിസ്തുവിലായിട്ട് എനിക്ക് എന്ത് മാറ്റം വന്നു, എന്ത് വ്യത്യാസം എനിക്ക് വന്നു? ചുമ്മാ കർത്താവിനോടൊന്ന് ചോദിച്ചാൽ മതി, കർത്താവെ, നീ എൻ്റെ ഉള്ളിൽ വന്നിട്ട് എൻ്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം വന്നു? യേശുവേ, നീ എൻ്റെ ഉള്ളിൽ വന്നിട്ട് എൻ്റെ ചിന്തകൾക്ക് എന്തൊരു മാറ്റം വന്നു? അതോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? നമുക്കൊരു മാറ്റത്തിന് വിധേയമാകണം. എന്തുകൊണ്ട്? യേശു ക്രിസ്തു പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പുതിയ സിസ്റ്റം കൊണ്ടുവന്നതുപോലെ യേശു എന്നിലും വരുമ്പോൾ എൻ്റെ ജീവിതത്തിനും പ്രകടമായ മാറ്റം സംഭവിക്കണം. നമ്മൾ ഉൽപ്പത്തി 1:1 വായിച്ചതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ആദാമ്യ ഭൂമിയെ കുറിച്ചല്ല പറയുന്നത്, ലൂസിഫറും കൂട്ടരും പാർത്തിരുന്ന ഭൂമിയെ കുറിച്ചാണ്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൂതന്മാരെ എന്നായിരിക്കാം സൃഷ്ടിച്ചത്? ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളായ ദൂതന്മാരെ ആരാധിപ്പാനോ ദൂതന്മാരോട് പ്രാർത്ഥിക്കാനോ ദൂതന്മാരോട് മധ്യസ്ഥത ചെയ്യാനൊന്നും വേദപുസ്തകത്തിൽ തെളിവില്ല. പാരമ്പര്യങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, വ്യക്തിപരമായി എന്നിലൊരു മാറ്റം, പതിവായി ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൽ വരേണ്ട പ്രകടമായ മാറ്റത്തിന് നാം തയ്യാറാണോ എന്ന് ചോദിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പൂർവസ്ഥിതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മനോഹരമായ, ആശാനിർഭരമായ, ശുഭകരമായൊരു ഭാവി നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ കിടപ്പുണ്ട്. എത്ര നേരത്തെ ആ പട്ടണം സ്വന്തമാക്കാമോ അത്രത്തോളം അനുഗ്രഹമാണ്. ഞാൻ ഈ സ്ക്രീനിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരോടും. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം നമ്മൾ അനുഭവിക്കുന്ന സകല മേഖലകളിലും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒരു പുതുക്കം പ്രാപിക്കുക. പഴയ സ്വഭാവം വേണ്ട, പഴയ ചിന്ത വേണ്ട. അതെന്നിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാം. പുതിയ ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത സമുദ്രമില്ല എന്നതാണ്. വെളിപ്പാട് പുസ്തകം 21:1 വാക്യം ഇങ്ങനെയാണ്: സമുദ്രവും ഇനിയില്ല എന്നാണ് വാക്യം. ആകാശവും ഭൂമിയും ഒരുമിച്ച് ആളിക്കാളി കത്തുമ്പോൾ സമുദ്രത്തിലെ വെള്ളം ഇല്ലാതാകണമല്ലോ. സ്വാഭാവികമായും സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും. യെശയ്യാവ് 19:5 വാക്യത്തിൽ പറയുന്നു, സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകുമെന്നുള്ള പ്രവചനവാക്യം
അതിന്റെ കടൽ ഞാൻ ഉണ്ടാക്കി, അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും. യിരെമ്യാവിന്റെ കാഴ്ചപ്പാട് 61:36. ഞാൻ അതിനെ വറ്റിച്ചു കളയും, എങ്കിലും അവയുടെ ദൂരവ്യാപകമായ നിറവേറലിൽ സമുദ്രം മുഴുവൻ വറ്റിപ്പോകും. ദൈവമക്കളെ, ഭൂമിയെ പന്തം പോലെ കത്തിക്കും. അവയുടെ നിലനിൽപ്പിനായിട്ടുള്ള ഉറവുകൾ നിലനിൽക്കുമെന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. ഇത് സംഭവിക്കുമെന്നുള്ളത് സത്യമാകയാൽ അതിനു വേണ്ട സംവിധാനങ്ങളും യഹോവയായി ദൈവം ചെയ്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് തർക്കമില്ല. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ന്റെ 2 ഇങ്ങനെ വായിക്കുന്നു: ഇതാ എന്റെ ശാസന കൊണ്ടും ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്നേ, ഭൂമിയിലുള്ളതെല്ലാം അനുസരിക്കും. ദൈവം അങ്ങനെ കൽപ്പിച്ചാൽ ഒന്നും സംഭവിക്കാത്ത ജീവിതങ്ങളാണ് നമ്മുടേത്. തുടങ്ങുമ്പോഴും നമ്മുടെ ആത്മീക ലെവൽ ഇതാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് ആത്മീക നിലവാരം. അതിനപ്പുറത്തേക്ക് ഒരു യാത്രയില്ല. പ്രിയ സുഹൃത്തെ, രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം അല്പസമയം ചെലവഴിക്കാമെങ്കിൽ നമുക്ക് കർത്താവിൽ ആനന്ദിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോടെല്ലാം ഇടപെടുമാറാകട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയാകുന്നു. മനുഷ്യന്റെ പാപം നിമിത്തമാണല്ലോ ഭൂമി ശപിക്കപ്പെട്ടത്. ആകയാൽ ശാപം മാറണമെങ്കിൽ ആ ഭൂമിയിൽ ഒരു അനുഗ്രഹ വിഷയം നടക്കണം എന്ന് സാരം. സാത്താൻ വരുത്തി വെച്ച എല്ലാ നഗരങ്ങൾക്കും, സാത്താൻ തകർത്താടിയ എല്ലാ നഗരങ്ങൾക്കും, മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ഭവിച്ച എല്ലാ താഴ്ചകൾക്കും വീണ്ടെടുപ്പ് നിറവേറ്റുവാനാണല്ലോ നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണല്ലോ അവൻ ഈ ഭൂമിയിൽ 3.5 വർഷം ജീവിച്ചത്. നമ്മൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. യാഗം വേണ്ട, വഴിപാടുകൾ വേണ്ട, തീവ്രമായ വ്രതങ്ങൾ അല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന്റെ ആധാരം. ഞാൻ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ല. പക്ഷെ നമ്മളുടെ മനസ്സാക്ഷിയുടെ സൂക്ഷിപ്പുകാരായി നമ്മൾ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാതിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും കേൾപ്പാനോ അറിയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ നിശ്ചയമായും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പേരി മുഴക്കിക്കൊണ്ട് വിശുദ്ധന്മാരുടെ വലിയൊരു സംഘം, എല്ലാവരും മഹത്വ ശരീരം, നേതാവ് നമ്മുടെ കർത്താവ്, അങ്ങനെ അണിയായി മണിയായി നമ്മൾ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഇന്ന് ജീവിച്ചാൽ അന്ന് നമ്മൾ അവന്റെ കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് നമ്മൾ അവന്റെ കൂടെ നടക്കും. മനുഷ്യന്റെ പാപം നിമിത്തമാണല്ലോ ഭൂമിയും ശപിക്കപ്പെട്ടത്. സാത്താന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അതിന് താഴ്ചയും അതിന് ദ്രവത്വവും അതോടൊപ്പം തന്നെ തേയ്മാനവും എല്ലാം ഉണ്ടായത് ഈ യേശുക്രിസ്തു നിമിത്തമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരുന്ന 2 സസ്യമുണ്ട്. ഒന്ന് വെണ്ടയ്ക്ക എന്ന് പറയും, അത് നേരെ മേലോട്ട് വളരും. എന്നാൽ മറ്റൊന്നുണ്ട്, പടവലങ്ങ എന്ന് പറയും,
അത് മേലോട്ട് വളരില്ല, അത് കീഴോട്ടാണ് വളരുന്നത്. നമ്മളതിന്റെ അറ്റത്ത് കല്ലൊക്കെ കെട്ടി തൂക്കിയിടും, നീളം കൂടുതൽ വയ്ക്കാനായിട്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ താഴ്ചയും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ ദുഃഖവും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും എല്ലാം 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 കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയും അവന്റെ വചനത്തെ പ്രതിയും ആയിരിക്കണം എന്ന കാര്യത്തിന് ഒരു മാറ്റവുമില്ല, ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മാറ്റത്തിന് ഭൂമി വിധേയമായതുപോലെ നമുക്ക് നമ്മെയും വിധേയമാക്കാം. അല്പസമയം ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന വലിയ ദൈവകൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമുക്ക് അവനോട് അടുത്തിരിക്കാം. പ്രിയമുള്ളവരെ, അടുത്ത ഹെഡിങ് നമ്മൾ പറഞ്ഞു സമുദ്രം ഇനി ഇല്ല എന്നതാണല്ലോ. ഈ സമുദ്രം ഒരു മഹാ അത്ഭുതമാണ്. പുതിയ യെരുശലേമിന്റെ വീതികളിലൂടെ ഒഴുകി വരുന്ന നദി വന്നു പതിക്കുവാൻ ഒരു സമുദ്രം ഉണ്ടായിരിക്കുമെന്ന് ഈ ഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ അങ്ങനെ സമുദ്രവും വെള്ളവും ഒന്നും വേണം എന്നില്ല. സമുദ്രത്തിനും രണ്ട് പദമാണ്. സമുദ്രത്തിനും രണ്ട് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. സമുദ്രത്തിനും രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് താലസാൻ, THALSA എന്നും ഉള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെലഗോസ്, മഹാസമുദ്രം എന്നാണ് അർത്ഥം. ഇവിടെ തലസ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ. അതൊരു ചെറിയ സമുദ്രത്തിനും തടാകത്തിനും സമുദ്രത്തിനും ഒക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് താലസ. അതിനാൽ സമുദ്രം എന്ന് പറയത്തക്കവണ്ണം ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അതിന്റെ പ്രതാപത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് സാരം. അങ്ങനെ ഉറവകൾ ഭൂമിയിൽ ലയിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കാണുന്നതാണ്. നന്നായി വെള്ളമുണ്ടായിരുന്ന നമ്മുടെ കിണറുകൾ ചിലതെല്ലാം മഴയുള്ള കാലത്ത് പോലും വറ്റി വരണ്ടു പോകുന്നു. വേറെ വഴിയായി അത് ഒഴുകിപ്പോകുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രിയ ദൈവമക്കളെ നമ്മിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോകരുതേ. സമുദ്രമില്ലാതെ എങ്ങനെ മഴ ലഭിക്കും എന്ന് നമ്മൾ ചോദിക്കും. മഴയില്ലാതെ എങ്ങനെ സമുദ്രം ഉണ്ടാകുമെന്നൊരു മറുചോദ്യമുണ്ട്. ഇവ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ കുഴക്കുന്ന ഒന്നാണ്. മഴവെള്ളം വീണ് ഒലിച്ചുകൂടി പല ശാഖകൾ ചേർന്ന് ഒരു നദിയായി സമുദ്രത്തിൽ പതിക്കുന്നു. അങ്ങനെ സമുദ്രം വലുതാകുന്നു. ഇവയിൽ ആദ്യം ഉണ്ടായത് ഏതാണ് എന്നൊരു ചോദ്യമില്ലേ നമ്മളുടെ ഉള്ളിൽ? അരിയാഹാരമാണോ ആദ്യം ഉണ്ടായത്, അതോ മറ്റു വല്ലതുമാണോ ആദ്യം ഉണ്ടായത്? ഏതാദ്യം വന്നാലും നമുക്ക് ബാധകമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ സകല മേഖലകളിലും ജീവനുള്ള കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മളെ നവീകരിക്കുന്നു. സമുദ്രത്തിന്റെ ആഴം പിന്നെ ഇല്ല, സമുദ്രത്തിന്റെ സ്ഥിതി പിന്നെ ഇല്ല. സമുദ്രത്തിന് സമഗ്രമായി മാറ്റം സംഭവിക്കുന്നു. ആ വെള്ളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീരൊഴുക്ക് എന്ന് പറയുന്നത്, ഉറവ എന്ന് പറയുന്നത്, അതെല്ലാം ജീവജല നദിയുടെ നീരൊഴുക്കുകളാണ്.
സമുദ്രം കൂടാതെ സമുദ്രത്തെ ഒരുമിച്ച് നിർമ്മിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഭൂമിയെ ഉരുവാക്കാൻ കഴിയുമെങ്കിൽ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ദൂതന്മാരെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ദൈവത്തിന് സകലതും സാധ്യം. പുതിയ ഭൂമിയിൽ ഒരു പുതിയ നദി ഉണ്ടാകും. പുതിയ ഭൂമിയിൽ ഒരു പുതിയ സമുദ്രം ഉണ്ടാകും. അതിലെ വെള്ളം പഥ്യമായിരിക്കും. പ്രകാശമാനമായ ഭൂമി. സൂര്യനും വേണ്ട, ചന്ദ്രനും വേണ്ട, ഇല്ല എന്നർത്ഥമില്ല. ഭൂമിക്ക് വെളിച്ചം കാണാൻ ഇവയൊന്നും വേണമെന്നില്ല. നിത്യ തേജസ് ഉടുത്തിരിക്കുന്ന ഭൂമി. സമുദ്രത്തെ ഒരുമിച്ച് നിർമ്മിക്കുവാൻ പോലും ശക്തനാണ്. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 38 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, ഗർഭത്തിൽ നിന്നെ പോലെ സമുദ്രം ചാടി, ഗർഭത്തിൽ നിന്നെന്ന പോലെ എന്നാണ്. ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചതാ. അപ്പൊ സമുദ്രം എങ്ങനെ പുറപ്പെട്ടു? ഗർഭത്തിൽ നിന്നെന്ന പോലെ പുറപ്പെട്ടു. ഇന്നും സമുദ്രത്തിൽ ധാരാളം മിസ്റ്ററി അടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയുള്ളത് സമുദ്രത്തിലാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി എന്ന് നമ്മൾ പറയുന്നത് ആനയാണ്. അതിനേക്കാൾ വലിയ ജീവി സമുദ്രത്തിലുണ്ട്. വലിയ വലിയ തിമിംഗലങ്ങളുണ്ട് എന്ന് പറയുന്നു. മറിയാന ട്രഞ്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. മറിയാന ട്രഞ്ച് ഇന്ത്യൻ സമുദ്രവും ശാന്തസമുദ്രവും തമ്മിൽ യോജിക്കുന്ന ഭാഗത്തുള്ള ഒരു കടലിടുക്കാണ് മറിയാന ട്രഞ്ച്. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എവറസ്റ്റ് കൊടുമുടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ അതുപോലെ ഒരു എവറസ്റ്റും കൂടി വെക്കാൻ പറ്റുമെന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ളത് എവറസ്റ്റ് ആണ്. പക്ഷെ അതിനേക്കാളും താഴ്ചയുള്ള സമുദ്രഗർത്തങ്ങൾ സമുദ്രത്തിലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ബർമുഡ ട്രയാങ്കിൾ. ഒരു പിടിയുമില്ല. പനാമ കനാലിന്റെ സമീപത്തായി, അമേരിക്കയുടെ തെക്കേ ഭാഗത്തായി, മെക്സിക്കോയ്ക്ക് സമീപത്തായി സമുദ്രത്തിന് ഒരു പ്രത്യേക ഭാഗം, ഒരു ട്രയാങ്കിൾ. അതിന് പോണതൊന്നും കാണുകയില്ല. അതിന്റെ മീതെ പോണതും കാണില്ല, സമീപത്തൂടെ പോണതും കാണില്ല. അതിന് ഗവേഷണം നടത്താൻ പോയാലും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്തൊരു അത്ഭുതം! എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ആ കാലയളവിൽ സമുദ്രം ഉണ്ടായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു എന്നത് ആദ്യ ഭൂമിയുടെ ആദാമ്യ ഭൂമിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് സാരം. ഞാന് വളരെ വേഗത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കൈമാറട്ടെ. ഇന്നത്തെയും അന്നത്തെയും ഭൂമി തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇന്നത്തെ ഭൂമി ഒന്ന് പഴകുന്നതാണ്. എബ്രായർ 1:11 പഴകുന്നതാണ് ഇന്നത്തെ ഭൂമി. 2 നശിക്കുന്നതാണ് ഇന്നത്തെ ഭൂമി. എബ്രായർ 1:11. 3 മാറുന്നതാണ് ഇന്നത്തെ ഭൂമി. എബ്രായർ 1:11 തന്നെ. ഇളകുന്നതാണ് എബ്രായർ 12:27. 5 താൽക്കാലികമായതാണ് 2 കൊരിന്ത്യർ 4:8. 2 കൊരിന്ത്യർ 4:8. പുതിയ ഭൂമി. ഹെഡിങ്: പുതിയ ഭൂമി. 1 അന്നത്തേക്ക് പഴക്കം വരാത്തതാണ്. 2
എബ്രായർ 1:11. നശിക്കാത്തതാണ് എബ്രായർ 1:11. മാറാത്തതാണ് 1:12. ഇളകാത്തതാണ് 12:27-28. നീതി വസിക്കുന്നിടമാണ് 2 പത്രോസ് 3:13. ദ്രവിക്കാത്തതാണ് റോമർ 8:19-22 വരെ. പ്രിയ ദൈവമക്കളെ, പഴയ ഭൂമിയും പുതിയ ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആദാം മുതൽ സഹസ്രാബ്ദ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന കാലങ്ങളിൽ മരിച്ചു പോകുന്ന വിശ്വാസികളെ ഉയർപ്പിച്ചു കൊണ്ടുവരുന്നതിനാൽ ഒരു രക്ഷിത ഗണം ദൈവത്തിന് ലഭിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആദാം മുതലുള്ള ക്രിസ്തുവിൽ മരിച്ച, വിശ്വാസത്താൽ മരിച്ച, യാഗം ചെയ്ത് സഖ്യത കഴിച്ച് മരിച്ച എല്ലാവരെയും നിത്യതയിൽ കാണാം. അവരാണ് രക്ഷിത ഗണം. 2, പ്രസ്തുത രക്ഷിത ഗണത്തിൽ നിന്നും ഒരു മണവാട്ടി സഭയെ വേർതിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവി പരിപാടിയുടെ സമ്പൂർണ്ണ പങ്കാളിയായി സഭ മാറുന്നു. കർത്തൃ ശുശ്രൂഷകളുടെ, കർത്തൃവേലയുടെ എല്ലാറ്റിൻ്റെയും കേന്ദ്രസ്ഥാനം നമ്മുടെ കർത്താവും അവന്റെ മക്കളുമായിരിക്കും. 3, ആദാമ്യ സന്തതിയായ മനുഷ്യവർഗത്തെ നശിച്ചും നഷ്ടപ്പെട്ടും വംശമില്ലാതെയായും അന്യം നിന്നും പോകാതെ നിത്യതയിൽ അവരെ പ്രവേശിപ്പിച്ച് ആദാമ്യ വംശം ജനരക്തങ്ങളോട് കൂടിയ മനുഷ്യനായി, എങ്കിലും പാപവും ശാപവും ഇല്ലാത്തവരായി ആദാമിനെ സൃഷ്ടിച്ച അവസ്ഥയിൽ നിലനിർത്തുക എന്നതായിരുന്നു സ്വർഗീയ ലക്ഷ്യം. ഈ കാര്യം പുതിയ ഭൂമിയിലെ മനുഷ്യരെ കുറിച്ച് അഥവാ ജാതികളെ കുറിച്ച് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. സമഗ്രമായൊരു മാറ്റത്തിന് നാം വിധേയമാകേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഭൂമിക്ക് ഒരു മാറ്റം സംഭവിച്ചതുപോലെ ഒരു മാറ്റം സംഭവിക്കും. ഭൗതികമായ സകല സാഹചര്യങ്ങളും മാറും. ഭൂമിയുടെ സ്വഭാവം മാറും. മണ്ണിന്റെ സ്വഭാവം മാറും. ഭൂമിയിലുള്ള വൃക്ഷലതാദികളുടെ സ്വഭാവം മാറും. സ്വഭാവം മാറാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. പേര് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്വഭാവത്തിന് യാതൊരു മാറ്റവും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും, കൈ കൊടുക്കും, നമ്മുടെ ക്രെയിനിൽ എന്ന പോലെ അങ്ങ് പൊക്കും. കാണുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു സ്നേഹമായി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മൾ സ്റ്റാൻഡ് വിട്ട് കഴിയുമ്പോണ്ടല്ലോ, നമ്മൾ ആ സ്റ്റേഷൻ വിട്ട് കഴിയുമ്പോ അന്നേരത്ത് വേറെ ഡയലോഗാണ്. ഒത്തിരി ജീവിതങ്ങളെ നമ്മൾ ഈ യാത്രയിൽ കണ്ടുമുട്ടി. ഒരു കാര്യം പഠിപ്പിച്ചു, യേശു മാത്രം മാറാത്തവൻ. സ്വഭാവത്തിന് മാറ്റമില്ലാന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് അഭിമാനത്തോടെ ചില സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞതെന്നറിയാമോ?
ഭയങ്കര ദേഷ്യം, ഇപ്പൊ ഭയങ്കര ദേഷ്യം, മൂക്കിന്റെ അറ്റത്താ ശുണ്ഠി. പക്ഷെ വേദവസ്ത്രം പിടിച്ച് പുൾപ്പിറ്റിലേക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ അന്യഭാഷയാണ്. ഇത്രയും നല്ലൊരു ഉപദേശിയെ കാണാനില്ല. വീട്ടിൽ കിടന്ന് മുഴുവൻ അലമ്പ, ഒച്ചപ്പാടും ബഹളവും. ഭൂമിയുടെ പോലും സ്വഭാവം മാറും. ഭൂമിയുടെ പോലും സ്വഭാവം മാറും. സമുദ്രത്തിന്റെ സ്വഭാവം മാറും. എന്നാൽ കർത്താവേ, നിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ സ്വഭാവത്തിന് എന്നൊരു മാറ്റം വരും. ഭൂമിക്ക് മാറ്റം വരുന്നത് പോലെ നമ്മളൊരു മാറ്റത്തിന് വിധേയരാകട്ടെ. നമുക്കതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ ഓർക്കണമേ. ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കും. നിന്റെ വലിയ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും നീ സമൃദ്ധിയായി അനുഗ്രഹിച്ചയക്കണം കർത്താവേ. ഞങ്ങൾ അവസാനം കേട്ടതിൽ അങ്ങ് നിൽക്കുക ദൈവമേ. ആരുടെ എല്ലാ സ്വഭാവം മാറി. അനേകം ആദിവാസികൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നതിനാൽ സുവിശേഷ വേലക്കാരായി മാറി. അനേകം ജയിലിൽ പോയ കൊലപാതകൾ, ക്രിമിനലുകൾ ഇന്ന് ജാമ്യത്തിലിറങ്ങി സുവിശേഷ വേല ചെയ്യുന്ന സ്വഭാവം മാറി. എന്തിന്? ഭൂമിയുടെ മണ്ണിന്റെ സ്വഭാവം മാറും ദൈവമക്കളെ. എന്നാൽ കർത്താവേ, എന്റെ സ്വഭാവത്തിന് നീ ഒരു മാറ്റം. എന്റെ പ്രതികരണങ്ങൾ ഇപ്പോഴും ശരിയല്ല, ഒരു വ്യത്യാസം എനിക്ക് തരണം. സ്നേഹം പ്രകടമാക്കാനും ആത്മാർത്ഥമായി സ്നേഹിക്കാനും ഞങ്ങളെ നീ ഇനിയും ശീലിപ്പിക്കണം. അതിനൊന്നും ഞങ്ങൾക്കറിയില്ല. നിന്റെ ഇഷ്ടം പോലെ ജീവിപ്പാൻ ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണയാകണമേ. യേശുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കണമേ. ആമേൻ.